ഒരു കാര്യം ചോദിക്കട്ടെ, ബൽദേവ് തന്നെ ആദ്യ ടൈമിൽ പറഞ്ഞു ബോംബ് ഉണ്ടാക്കുന്നത് BJP-കാരെയോ CPM-കാരെയോ കൊല്ലാൻ വേണ്ടിയിട്ടൊന്ന് വിവക്ഷിക്കേണ്ട കാര്യമില്ല എന്ന്. പിന്നെ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബ് ഉണ്ടാക്കുന്നത്? ഉത്സവത്തിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പടക്കമല്ലല്ലോ ഇവരുണ്ടാക്കുന്നത് നാടൻ ബോംബാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വിഷുവിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? ഓണത്തിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? പള്ളി പെരുന്നാളിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? ഈ സ്റ്റീൽ ബോംബും ഐസ്ക്രീം ബോംബും കരിക്കിനകത്തുള്ള ബോംബും ഒക്കെ ഉണ്ടാക്കുന്നത് എതിരാളികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ RSS-നെതിരെ അല്ലെങ്കിൽ പിന്നെ പാനൂര് ബോംബ് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ശ്രീ M-ന്റെ നേതൃത്വത്തിലുള്ള സന്ധി സംഭാഷണത്തിന് ശേഷം അവർ തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ചു എന്നല്ലേ നിങ്ങൾ നിരീക്ഷിക്കുന്നത്? എങ്കിൽ പാനൂര് ഈ അവസാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബോംബ് ഉണ്ടാക്കിയത് ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്? മീൻ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ വന്യജീവികൾ നാട്ടിലെ കർഷകരെ ആക്രമിക്കുമ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിച്ചിരുന്ന് ബോംബ് ഉണ്ടാക്കിയത് രാഷ്ട്രീയ പ്രതിയോഗികളെ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കോൺഗ്രസുകാരെ UDF-കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ആർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ബോംബ് നിർമ്മിച്ചതെന്ന് അവർ പറയണം.